السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സർവാധനീയനായ ഉസ്താദുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, പഴങ്ങളുടെ പേര് കൊണ്ടും മലകളെ കൊണ്ടും സത്യം ചെയ്തു തുടങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സത്യങ്ങൾ നമുക്ക് പരിചയമുണ്ടോ? അത്തരത്തിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു തീനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഒരു സൂറത്തിൻ്റെ തുടക്കമാണിത്. എന്തുകൊണ്ട് ഈ സൂറത്തിന് വത്തീനെന്നോ അല്ലെങ്കിൽ അത്തീനെന്നോ പേര് വന്നു എന്ന് ചോദിച്ചാൽ, സൂറത്തിൻ്റെ തുടക്കം വത്തീനി വസ്സൈതൂൻ എന്നായതുകൊണ്ടാണെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വത്തീനി വസ്സൈതൂൻ എന്നതിൻ്റെ തഫ്സീറുകളിൽ വിവിധ വ്യാഖ്യാനങ്ങൾ കൊടുത്തതായി നമുക്ക് കാണാം. തീൻ എന്നത് ആ ഫലമാണെന്നും സൈത്തൂൻ എന്നത് ആ മരമാണെന്നും, അതിലപ്പുറം അതല്ല അത് മലകളുടെ പേരാണെന്നും നാടുകളുടെ പേരാണെന്നുമുള്ള പല തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ഒരു വാക്യമുണ്ടല്ലോ, തീൻ എന്നുള്ളത് സ്വർഗത്തിൽ നിന്നുള്ള പഴമാണെന്നും ഫകുലൂഹ ഫഇന്നഹ തഖ്തഉൽ ബവാസിറ എന്ന് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിലപ്പുറം വ്യത്യസ്തമായ മറ്റൊരു തഫ്സീർ നമുക്ക് കാണാം. വത്തീനി വസ്സൈതൂൻ എന്നത് ചരിത്രപരമായ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. വത്തീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. വസ്സൈതൂൻ എന്ന് പറഞ്ഞാൽ അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയുമാണ്. വതൂരി സീനീൻ എന്നത് മൂസാ നബിയെയും വഹാദൽ ബലദിൽ അമീൻ എന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും ഉള്ള പരാമർശമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ആദം നബിയും തീനുമായുമുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ആദം നബി പുറത്തിറങ്ങുന്ന സമയത്ത് ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, യഖ്സിഫാന ബിഹാ മിൻ വറഖിൽ ജന്ന എന്ന്. ആ സ്വർഗത്തിലെ ഇലകൾ തീനിൻ്റെ ഇലകളായിരുന്നുവെന്ന് അവിടുത്തെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സൈത്തൂനും നൂഹ് നബിയും തമ്മിലുള്ള ബന്ധമെന്ത്? ലോകമൊട്ടുക്കും വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബിയും തൻ്റെ കുറഞ്ഞ അനുചരരും ആ കപ്പലിൽ കയറി അഭയം തേടി പോയപ്പോൾ തൻ്റെ പ്രാവിനെ ഒരു വെള്ളമില്ലാത്ത സ്ഥലം കര തേടി പറഞ്ഞയച്ചു. ആ പ്രാവ് കണ്ടെത്തുന്നത് സൈത്തൂൻ മരത്തെയാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സൈത്തൂൻ എന്ന് നൂഹ് നബിയെ പറ്റി പറയുന്നത്. വതൂരി സീനീൻ എന്നത് വളരെ പ്രസക്തമാണല്ലോ. മൂസാ നബിയുടെ ചരിത്രങ്ങളിലെല്ലാം നമുക്ക് തൂരി സീനീൻ്റെ പ്രാധാന്യം കാണാൻ സാധിക്കും. വഹാദൽ ബലദിൽ അമീൻ എന്നത് നബി തങ്ങളെക്കുറിച്ചുമുള്ള പരാമർശമാണ്. എന്തുകൊണ്ട് ഈ നബിമാരെ തിരഞ്ഞെടുത്തു? ആദിമ മനുഷ്യനായ ആദം നബി മുതൽ സുപ്രധാന കാലഘട്ടങ്ങളാണ് പിന്നീട് നൂഹ് നബി വരെയുള്ള കാലഘട്ടം. അവിടുന്ന് മൂസാ നബി വരെയുള്ള കാലഘട്ടവും ശേഷം മുഹമ്മദ് നബി വരെയുള്ള ആഖിർ സമാൻ വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ 4 സത്യവാചകങ്ങളിലൂടെ അള്ളാഹു കുറിച്ചിടുന്നത് എന്ന് ആ തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ 4 സത്യവാചകങ്ങൾക്ക് ശേഷം പറയുന്നത്, മനുഷ്യനെ നാം സൗന്ദര്യവും പൂർണ്ണതയിലെത്തിയവരായി നാം സൃഷ്ടിച്ചു എന്ന് നമുക്കതിന് തഫ്സീർ കൊടുക്കാം. കാരണം മറ്റു ജീവജാലങ്ങളിലേക്കും ജന്തുക്കളിലേക്കുമെല്ലാം നമ്മൾ നോക്കുമ്പോൾ
പല സൗകര്യങ്ങളും അവർക്കേറെ ഉണ്ടാകാം, അല്ലെങ്കിൽ സൗന്ദര്യങ്ങൾ അധികം ഉണ്ടാവാം. എന്നാൽ രണ്ടും മേളിച്ച ഒരേ ഒരു സൃഷ്ടി അത് മനുഷ്യൻ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. തഫ്സീർ ഖുർത്തുബിയിൽ ഈസ ഇബ്നു മൂസൽ ഹാഷിമി എന്ന ഒരു മഹാനെ പറ്റി പറയുന്നത് കാണാം. അദ്ദേഹം തൻ്റെ ഭാര്യയോട് വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. ഭാര്യയോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അന്തി തോലിഖുൻ സലാസൻ ഇല്ലം തകൂനി അഹ്സന മിനൽ ഖമരി എന്ന്. ചന്ദ്രനേക്കാൾ നിനക്ക് ഭംഗിയില്ലെങ്കിൽ നീ 3 വട്ടം തൊലാഖ് ചൊല്ലിയവളാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പറയുന്നത്, അതിനേക്കാളേറെ സൗന്ദര്യമുള്ള, ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയാണ് നീ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ, ആ ഭാര്യ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എനിക്ക് അത്രത്തോളം സൗന്ദര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഞാൻ തൊലാഖായി പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് വരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ സംഭവം മൻസൂർ രാജാവിൻ്റെ അടുക്കലെത്തുന്നു. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരെയെല്ലാം വിളിച്ചുകൂട്ടി വിഷയത്തിന് ഒരു പ്രതിവിധി അന്വേഷിച്ചപ്പോൾ മുഴുവൻ പണ്ഡിതരും പറഞ്ഞത് അത് തൊലാഖായി എന്നാണ്. എന്നാൽ അതിൽ ഒരാൾ മാത്രം പറഞ്ഞു, ഇവിടെ തൊലാഖ് സംഭവിക്കുന്നില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന്. മനുഷ്യനാണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും വെടിപ്പുള്ള ഒരു സൃഷ്ടിപ്പെന്ന് പറയുന്നത് അത് മനുഷ്യനാണ്. അതുകൊണ്ട് ഇവിടെ തൊലാഖ് സംഭവിക്കുന്നില്ല എന്ന് ആ മഹാൻ സമർത്ഥിക്കുന്നതായി കാണാം. പിന്നീട് സുമ്മറദനാഹു അസ്ഫല സാഫിലീൻ, ആ മനുഷ്യനെ വാർദ്ധക്യത്തിലേക്ക് നാം മടക്കി. മറ്റൊരു തഫ്സീർ കാണാം, അതല്ലെങ്കിൽ കുഫറിന്റെ അങ്ങേ തലക്കിലേക്ക്, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവരെ മടക്കിയെന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. പിന്നീട് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇവിടെ ഇസ്തിസ്നാ മുൻഖതിയാണെന്നും മുത്തസിലാണെന്നും അഭിപ്രായമുണ്ട്. കാഫിരീങ്ങളെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് മടക്കി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇസ്തിസ്നാ മുത്തസിലാണ്. എന്നാൽ മറ്റൊരു രൂപത്തിൽ നോക്കുമ്പോൾ അത് മുൻഖത്തായി മാറുന്നത് നമുക്ക് കാണാം. പിന്നീട് ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ എന്നാണ് അല്ലാഹു പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയുമെല്ലാം ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്, മുസ്ലിം ആവാതിരിക്കാൻ കഴിയുന്നത് എന്നുള്ള കാഫിരീങ്ങളോടുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അവസാനം പറയുന്നു, അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അള്ളാഹു അഹ്കമുൽ ഹാക്കിമാണ്, അള്ളാഹു അല്ലയോ അഹ്കമുൽ ഹാക്കിമെന്ന്. ഇത്രത്തോളം നന്മ ചെയ്തവന് സ്വർഗവും തിന്മ ചെയ്തവന് നരകവും കൊടുക്കുന്ന അള്ളാഹു അല്ല ഏറ്റവും വലിയ ഹാക്കിമെന്നാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. അലം നജഅലില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ വ്യാഖ്യാനം കൂടിയാണ് അതെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഇത്തരത്തിൽ വലിയ ഒരു ആശയ ലോകത്തെ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തു തീൻ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.